ജോസേട്ടൻ കൊണ്ടുവന്ന ഒരാൾക്ക് കൂടി കയറി നിൽക്കാവുന്ന ടോപ്പും പാൻറ്റും എടുത്തിട്ടു. ഹൃദയ അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. ഒരു തൂക്കുപാത്രത്തിൽ കുറച്ച് പാലും പഴവർഗ്ഗങ്ങളും കൊണ്ടുവന്നിരുന്നു. അമ്മയ്ക്ക് എന്താണെന്നറിയില്ല, ഈടായിട്ട് മുടിഞ്ഞ വിശപ്പാണ്. നീ മുഴുവനും വെട്ടിവിഴിഞ്ഞല്ലേ, അവനും കൊടുക്കണം. ഒരു വല്ലാത്ത വൃത്തിയായിട്ട് ചിരിയിരിച്ചു അമ്മ എന്ന് പറയുന്ന ആ മഹതി. എന്തോന്ന് മനസ്സിലാവാത്ത പോലെ തട്ടിവിട്ട് ഞാൻ. അവന് കുറച്ച് ബാക്കി വെക്കണമെന്ന്. അല്ല നീയല്ലേ സാധനം. ഒരു മകളോട് ഇങ്ങനെയൊക്കെ പറയാൻ ലജ്ജയില്ലേ നിങ്ങൾക്ക്? തള്ളേ ലജ്ജയില്ലേ? അതിനമ്മ ഉത്തരം പറഞ്ഞില്ല. പകരം കുറച്ച് പുച്ഛം വാരി വിതറി. എന്നിട്ട് ഒറ്റ പോക്ക്. ഈശ്വര, ഇന്നാണല്ലോ ആ ദിനം. എന്റെ കാമദേവ കാത്തോണേ, എന്നെ അല്ല എന്റെ ആനന്ദേട്ടനെ. കണ്ണാടിയിൽ എന്റെ മുഖം നോക്കി. എന്താണെന്നറിയില്ല, എനിക്ക് എന്നോട് തന്നെ എന്തോ ഒരു കൊതി. എന്റെ കൃഷ്ണ, ഞാൻ ഇത്രയ്ക്ക് സുന്ദരിയാണ്. നെറ്റിയിൽ ആനന്ദേട്ടൻ ചാർത്തിയ സിന്ദൂരം മാഞ്ഞിരിക്കുന്നു. സിന്ദൂര ചെപ്പ് തുറന്ന് അങ്ങ് വാരി വിതറി. കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് കൊതി തീരുന്നില്ല. ഇടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കും. ഇതെന്താണാവോ നീങ്ങാത്തത്? ഷെൽഫിൽ നിന്നും വെള്ളയിൽ ചുവന്ന റോസാപ്പൂകൾ വിടർന്നു നിൽക്കുന്ന ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ച് തലയിണ ഇട്ടതും ഒരാൾ ചാടി കയറിയത് ഒരുമിച്ച്. മിന്നു, ഇങ്ങോട്ട് ഇറങ്ങിക്കേ, ഇന്ന് എനിക്ക് തുള്ളാനുള്ളതല്ല. അവൾ എന്നെ നോക്കുന്നതേയില്ല. വാലും ചുരുട്ടി സുഖിച്ച് കിടക്കുക. അവളെയും വാരിയെടുത്ത് പുറത്തേക്ക് നടന്ന് സോഫയിൽ പോയി അവളെയും മടിയിൽ വെച്ചിരുന്നു. ഇങ്ങേരുത് എവിടെ പോയി? ഇനി എന്നെ പേടിച്ചങ്ങനെ അട്ടത്ത് കയറി ഒളിച്ചോ? എങ്ങനെയാണെന്നറിയില്ല, എപ്പോഴോ കണ്ണടഞ്ഞു പോയി. എന്തോരൊച്ച കേട്ട് തടഞ്ഞ കണ്ണു തുറന്നു. ഇരുട്ടിലൂടെ ആരോ പമ്മി പമ്മി പോകുന്നു. പേടിച്ചിട്ടാണെങ്കിൽ എൻ്റെ കണ്ണ് ബുൾസൈ പോലെ പുറത്തേക്ക് ഒന്തി വന്നു. ശബ്ദം കേൾപ്പിക്കാതെ ശ്വാസം പിടിച്ച് എഴുന്നേറ്റ്. അയാൾ എൻ്റെ അടുത്തേക്ക് വന്ന ഒരു അലറലായിരുന്നു. അയ്യോ, അയാളുടെ ബലിഷ്ഠമായ കൈകൾ എൻ്റെ വാപൊത്തി പിടിച്ചു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. മുട്ടുകാല് പൊക്കി കൊടുത്തു ഒരെണ്ണം. മുട്ട പൊട്ടിയ പോലൊരു ശബ്ദം കേട്ടോ? ഒരു രോദനമായിരുന്നു പിന്നെ കേട്ടത്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അയാളുടെ കൈ എന്നിൽ നിന്ന് അഴിഞ്ഞതും ചാടിപ്പോയി ലൈറ്റിട്ടു. അവിടെ കണ്ട കാഴ്ച, പിന്നെയും പകച്ചുപോ എന്റെ ബാല്യം. തലസ്ഥാനത്ത് കൈയും പൊത്തിപ്പിടിച്ച് ദേ നിൽക്കുന്ന എന്റെ പ്രാണനാഥൻ. ആ തലയുടെ ചുറ്റും കുറച്ച് നക്ഷത്രങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അയ്യോ ആനന്ദേട്ട, എന്തു പറ്റി? ഒന്നും അറിയാത്ത പിഞ്ചുകുട്ടിയെ പോലെ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു. മുഖമുയർത്തി നോക്കി അങ്ങേര്. ആ ഭാവങ്ങൾ വർണ്ണിക്കാനാവാതെ ഞാനും. എന്റെ ഭൂതം ഭാവി വർത്തമാനം എല്ലാം ഒറ്റ ചവിട്ടിന് തകർത്തു കളഞ്ഞല്ലോടി നീ. എന്റെ ശിവലിംഗ ഭഗവാനെ, ഉണ്ണികളെ കാത്തോണേ. അത് ഞാൻ കള്ളൻ. കൃഷ്ണ, എനിക്ക് വിക്കും പിടിച്ചോ? നിന്റെ തന്തയാടി കള്ളൻ. പരിപ്പ് കലക്കിയ പോലെ കലക്കി കളഞ്ഞല്ലോടി നീ. മേശപ്പുറത്ത് കൈയൂന്നി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പാവം. ഞാൻ പിടിക്കണോ? അയ്യോ വേണ്ടായേ. എന്റെ മണികണ്ഠ സ്വാമി, എനിക്ക് ഈ ജീവിതം വേണ്ട, മടുത്തു. അതും പറഞ്ഞ് അവൻ ബെഡിലേക്ക് ഇരുന്നു. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാനാ? ചെയ്തെടുത്തോളം മതിയായി. അതല്ല, ഇന്നലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി എന്നൊരു നോട്ടമായിരുന്നു. ഒരു നോട്ടമല്ല, 1.5 നോട്ടം. ചൂളിപ്പോയി മനുഷ്യൻ. അത് മാത്രം മതിയായിരുന്നു എനിക്ക് തൃപ്തിയാവാൻ. ഞാനും ബെഡിന്റെ ഓരം ചേർന്നിരുന്നു. എന്നൊരു നോട്ടം നോക്കി അങ്ങേര് ബാത്റൂമിലേക്ക് കയറി. ആ നടത്തത്തിൽ എന്തോ ഒരു പന്തികേടില്ലേ? കണ്ണ് മേശയിലിരിക്കുന്ന പാലിലും പഴങ്ങളിലേക്കുമായി. എന്തെല്ലാം മോഹങ്ങളായിരുന്നു. ഹൃദയ, നീ ഒറ്റ കിക്കിന് ഗോൾ പോസ്റ്റ് തകർത്തില്ലേ? ഇനി എന്താവോ എന്തോ. കുറച്ചു നേരം ആ പടിവാതിൽ തുറക്കുന്നതും കാത്തിരുന്നു ഞാൻ. പിന്നെ എപ്പോഴോ കണ്ണുകൾ അടഞ്ഞുപോയി. ബാത്റൂമിൽ കയറി ആനന്ദൻ ഷെഡ്ഡി അഴിച്ച് ഹാങ്ങറിൽ തൂക്കി. ചത്ത കിളിക്കുന്നില്ല ആ കൂട്. ആനന്ദ് വരുമ്പോൾ ചാരിക്കിടന്നുറങ്ങുന്ന അവളെയാണ് കണ്ടത്. ആ നോവിലൊരു ചിരി വിരിഞ്ഞവന്റെ ചുണ്ടിൽ. അവളുടെ അടുത്തായിരുന്നു നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന മുടിമാടി ഒതുക്കി. ആ മൂക്കിന് താഴെ പൊടിഞ്ഞിൽക്കുന്ന വിയർപ്പണങ്ങൾ ചൂണ്ടുവിരൽ തുടച്ചു. എന്തൊരു ചവിട്ടാടി നീ ചവിട്ടിയേ എന്ന് പറഞ്ഞ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്താനായി തുടങ്ങിയതും ഉറക്കത്തിലെ കാലണിക്കിയത് ഒരുമിച്ചായിരുന്നു. അത് കണ്ടത് അവൻ ചാടി എഴുന്നേറ്റു. മഹാദേവാ, ഈ പെണ്ണിന്റെ പുക കണ്ടേ അടങ്ങുള്ളൂ. ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് പുതപ്പെടുത്ത് പുതപ്പിച്ചു ആനന്ദ്. ശേഷം തുറന്നിട്ട ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇടയിൽ അവളെയും. മനസ്സിലെ പ്രണയത്തെ ഇനി പിടിച്ചെട്ടാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. തന്റെ മനസ്സിൽ എന്നു മുതലാണ് ആ കാന്താരി കയറിക്കൂടിയെന്നറിയില്ല. പക്ഷെ താൻ എപ്പോഴേക്കും അവളെ ശ്രദ്ധിച്ചിരുന്നു. തനിക്കായി ആ കണ്ണുകൾ പിടക്കുന്നു, ആ ഹൃദയമിടിപ്പ് അറിഞ്ഞിരുന്നു. താൻ പക്ഷെ അവളിലെ പ്രണയം മനഃപൂർവ്വം കണ്ണിൽ നിന്ന് അടിച്ചു. കിട്ടിയ നോവിനെ ആവർത്തിക്കരുതെന്നും താൻ അവൾക്ക് ചേർന്ന ആളിൽ നിന്നും തോന്നിയിരുന്നു. ഒരു ചെറിയ പെൺകുട്ടിയുടെ കുട്ടിക്കളി
അതായിരുന്നെങ്കിലോ അറിയില്ല. എങ്കിൽ താനൊരു തടസ്സമായി കൂടാ. ആനന്ദ് ആ ബെഡിന്റെ ഒരു സൈഡ് ഒതുങ്ങി അവളുടെ നേരെ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി കിടന്നു. കണ്ണുകൾ നിദ്രയെ പുൽകി. ഒരു ചവിട്ടാണ് അവനെ ഉണർത്തിയത്. ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളുടെ ഒരു കാലവന്റെ വയറിന് മുകളിലാണ്, കൈ കഴുത്തിലും. ഈശ്വര, ഇവളെന്താ പശുവാണോ? ചവിട്ടും തൊഴിയും തരാം. ഇപ്പോഴാണ് താൻ കിടന്ന് അവിടെ കൂടെയായിരുന്നു മനസ്സിലായത്. ചമ്മൽ മറിച്ച് ആടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. മൂത്രമൊഴിക്കാൻ നിന്നതും മൊത്തത്തിലൊരു വേദന. ഹോ, കാറ്റുകൊണ്ട് തണുത്താൽ രണ്ടിറ്റ് വന്നാലായി. ഹോ, ആ കാലമാടി ഇന്നലെ എന്തൊരു ചവിട്ടാ ദൈവമായി ചവിട്ടിയത്. കണ്ണിൽ വെളിച്ചം വന്നടിച്ചതും ഒന്ന് ചിമ്മി തുറന്ന് ആകെ മൊത്തം നോക്കി. പെട്ടെന്നാണ് ആനന്ദിന്റെ കാര്യം ഓർത്തത്. ഓർത്തവും ചാടി എഴുന്നേറ്റ് ഹൃദയ. അയ്യോ, വേദന മാറിയാവോ? കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടതും ജനലിങ്ങിൽ നിൽക്കുന്ന ആളെ കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നവൾ. എന്റെ കൃഷ്ണ, കാളി മണത്തറി എന്റെ ഫസ്റ്റ് നൈറ്റ് കൊളായത്. ഇവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? വഴിയുണ്ട്, എന്നോട് അവളുടെ കളി. അതും പറഞ്ഞ് ഫസ്റ്റ് നൈറ്റ് മുഖംമൂടി എടുത്ത് അണിഞ്ഞു. ശേഷം എല്ലാം പറത്തി സിന്ദൂരം കുറച്ചൊന്ന് കൈവച്ച് മായ്ച്ച് പൊട്ടെടുത്ത് മാറ്റിവെച്ചു. ശേഷം മുഖത്ത് കുറച്ച് നാണം വാരി വിതറി മുറിയിൽ നിന്നിറങ്ങി മെയിൻ ഡോർ പതിയെ തുറന്നു. അവളുടെ DSLR ക്യാമറ കണ്ണുകൾ പരതുന്നുണ്ടെന്നെ ആകെ മൊത്തം അടിമുടിയെ നോക്കി. എന്താണ് ചേച്ചി ഇത്? ഉറങ്ങാനും സമ്മതിക്കില്ലേ? സമയം എത്രയായിന്ന് വെച്ചാ? രാത്രി നീ എവിടെ പോയതായിരുന്നു? ഒരുതരം കരിപ്പോട് അവൾ പറഞ്ഞു. അതോ, ഒന്ന് ഉറക്കിയിട്ട് വേണ്ടേ? അങ്ങനെ കൊണ്ടാ തോറ്റു. കള്ളെ, എന്നാ കുസൃതിയാണോ? കാൽവിരൽ കൊണ്ട് ആവശ്യമില്ലാതെ ഒരു ഭൂപടം കൂടി അങ്ങ് വരച്ചു. എവിടെ നിന്നാണെന്നറിയില്ല, എന്നിൽ ഇത്ര ലജ്ജ വന്ന് പൊതിയുന്നു. കണ്ണുകളാണെങ്കിൽ നവരസങ്ങൾ ഓരോന്നായി കാണിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് ആനന്ദേട്ടൻ അങ്ങോട്ട് വരുന്നത്. അങ്ങേരെ കണ്ടു എന്നെ നോട്ടം വേണ്ടാത്തിടത്തേക്കായി. ഇന്നലത്തെ ആ തൊഴി, എന്റെ കൃഷ്ണ, കാമദേവൻ കൈവിടിയോ? ആനന്ദേട്ടൻ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ ഡയലോഗ് വന്നത് ഈ പാരയിൽ നിന്നാണ്. ആനന്ദേട്ടൻ എന്തോ പറയാനായി വായ തുറന്നു. ഞാൻ ആ എന്റെ കൈയാൾ കോർത്തു പിടിച്ചു. ശേഷം ആ തോളിലേക്ക് ചാഞ്ഞു. ഒന്നും അറിയാത്ത പോലെ കൊച്ചു കഴിവി, ഞങ്ങൾ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നില്ലേ? കണ്ണിലൊരു ശൃംഗാരഭാവം നിറഞ്ഞു. ആനന്ദേട്ടൻ എന്നെ അവളെയും മാറി മാറി നോക്കുന്നുണ്ട്. ആഹാരം ഇടിച്ചിട്ട് ചേച്ചി പൊക്കോളൂ, ഞങ്ങൾക്കൊന്ന് കുളിക്കണം. അല്ലേ ആനന്ദേട്ടാ, ഞങ്ങൾ ഒരുമിച്ചാണെങ്കിൽ കുളിക്കേ. ഞാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി. അവിടെ ഒരു നാണം പൂത്തുലയുന്നുണ്ടോ? അവൾ ഞങ്ങളൊന്ന് രൂക്ഷമായി നോക്കി തുള്ളി തുള്ളി പോകുന്ന കണ്ടു. അവൾ പോയിട്ട് ഞാൻ ആ പിടിവിട്ടില്ല. അങ്ങേരെന്നെ വിട്ടു. കൈകെട്ടിന്നൊരു നോട്ടം. എന്റെ കൃഷ്ണ, എന്തൊരു നോട്ടം! പ്രണയത്തിന്റെ 100,000 പറവളിങ്ങനെ എനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുക. ഇങ്ങനെ നോക്കി കൊല്ലാതെ ആനന്ദേട്ടാ. എന്തൊക്കെയാണ് നീ അവളോട് വിളമ്പിയത്? മനുഷ്യനെ നാണം കിട്ടൂലോ. ഓ, അതാണോ? അവൾക്ക് കണ്ണടിയാ. നിങ്ങളെപ്പോലെ സുന്ദരനും സുമുഖനും ആരോഗ്യദൃഢകാത്തിനും അഭ്യസ്തവിധനും സർവോപരി സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരാളെ എനിക്ക് കിട്ടിയില്ലേ? അവൾക്ക് കിട്ടണ്ടേ, എനിക്ക് കിട്ടിയില്ലേ? അതിൻ്റെയാ? അതേ, വേദന കുറവുണ്ടോ? എന്തിനാണാവോ? ഇനിയും തൊഴിക്കാനാണോ? അയ്യോ, ഇനി സത്യമായിട്ട് അവിടെ തൊഴിക്കില്ല. അങ്ങേര് ഞെട്ടി. പിന്നെ ഒരു നോട്ട് നോക്കി തിരിഞ്ഞു കിടന്നു. എടാ ഉവ്വേ, ആനന്ദാ! ജോസേട്ടനാണ് ഗേറ്റിൽ നിന്ന് വിളിച്ചു പോകുന്നത്. ഓ, താനെന്തിനെ കിടന്ന് കൂവുന്നു? ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അല്ല, എന്റെ വരവൊന്ന് അറിയിച്ചാ വേണ്ടാത്ത കാഴ്ചകൾ ഒഴിവാക്കാന്ന് കരുതി, അതാ. ആഹാ, ഇതാരും ജോസേട്ടനോ? വാ ഇരിക്ക്, ഞാൻ ചായ കൊണ്ടുവരാം കേട്ടോ. പിന്നെയും ഒരു നാണത്താൽ തീർത്ത ചിരിയോടെ അകത്തേക്ക് നടന്നു. ജോസേട്ടൻ പെട്ടെന്ന് തന്നെ അവിടെ അടുത്ത് നിന്ന് ആനന്ദിന്റെ കൈയും പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. വീടറോ, ആരങ്ങാമേല അപ്പോഴാ വീടറോ. എന്റെ മണികട്ട സ്വാമി എന്നും പറഞ്ഞ് കാല് കൂട്ടി വെച്ച് അവൻ താറാവിനെ പോലെ നടന്നു. അവനെ ഒന്ന് ഇരുത്തി നോക്കി ജോസേട്ടൻ. എന്നതാടാ മൊത്തത്തിലൊരു വാശപ്പിശക്? പെണ്ണ് പണിയൊന്നോ? ഇന്നലെ തലസ്ഥാനത്ത് പ്രതിപക്ഷ സമരം ഉണ്ടായിരുന്നോ? പൂർത്തിയാക്കുന്നതിന് മുന്നേ അയാളുടെ വാപ്പുത്തിയിരുന്ന ആനന്ദ്. ജോസേട്ടന്റെ വാപ്പുത്തി ആരും കാണാതെ ഒരു സൈഡിലേക്ക് മാറി. കയ്യിലൊരു കടി കിട്ടിയതും വേദന കൊണ്ട് കൈവലിച്ചു അവൻ. എന്താണ് താനീ കാണിച്ച്? ഇവിടെ കടി, അവിടെ. ജോസേട്ടന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു ആനന്ദ്.